നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്നതിനർത്ഥം റദ്ദാക്കി എന്നല്ലെന്ന പ്രതികരണവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹ്ദിയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന വാർത്തയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് തലാലിൻ്റെ സഹോദരൻ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കുന്നത് അസാധാരണമോ അത്ഭുതമുണ്ടാക്കുന്നതോ ആയ സംഭവം അല്ലെന്നും സമാനമായ പല കേസുകളിലും സംഭവിക്കുന്നത് പോലെ സ്വാഭാവിക നടപടിയാണെന്നും അബ്ദുൾ ഫത്താഹ് മഹ്ദി പറയുന്നു. നിയമങ്ങളെക്കുറിച്ച് ധാരണയുള്ളവർക്ക് ഇക്കാര്യം മനസ്സിലാകുമെന്നും ഒരു നിശ്ചിത സമയത്തേക്ക് ശിക്ഷ മാറ്റിവെക്കാൻ അറ്റോർണി ജനറലിന് അധികാരമുണ്ടെന്നും സഹോദരൻ വ്യക്തമാക്കി. മാത്രമല്ല, സത്യം പരാജയപ്പെടില്ല, പുതിയ വധശിക്ഷാ തീയതി എത്രയും വേഗം നിശ്ചയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ജൂലൈ 28-നായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിക്കുന്നത്. വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായി എന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് അന്ന് അറിയിച്ചത്. എന്നാൽ ഇതിനെ തള്ളി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എത്തുകയും ചെയ്തിരുന്നു. വധശിക്ഷ റദ്ദാക്കുന്നതിൽ ഇതുവരെ ധാരണയൊന്നും ആയിട്ടില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നതും. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നത്. 2017 യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദി കൊല്ലപ്പെടുന്നത്. ഇതിനു പിന്നാലെ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കഴിഞ്ഞ ജൂലൈ 16 വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പല തലങ്ങളിൽ നിന്നുമുള്ള ഇടപെടലുകളെ തുടർന്ന് ഇത് മാറ്റിവെക്കുകയായിരുന്നു.